അല്ലാഹു അക്ബർ എന്ന തക്ബീർ സഹജീവിയുടെ കഴുത്തിന് കത്തിവെക്കാനും സ്വയം ചാവേറാകുന്നതിലൂടെ ഇസ്ലാമിന് ഖിദ്മത്ത് ചെയ്യുകയുമാണെന്ന് കരുതുന്ന പ്രതിരോധത്തിന്റെ പേരിൽ മണ്ണെണ്ണ വിളക്കിന്റെ തീയിൽ ഈയാം പാറ്റുകളെ പോലെ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന ജിഹാദ് വിശദീകരണമായി വരുന്ന തീവ്രവാദികൾ മറ്റൊരു ഭാഗത്ത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനല്ല, പ്രാർത്ഥിക്കാതിരിക്കുകയാണ് അപരാധമെന്ന് വിളിച്ചുകൂവി പരിശുദ്ധ റമളാനിലെ വിശിഷ്ടരാവുകളിൽ പോലും മലപ്പുറം മണ്ണിലെ വയലുകളിൽ ഷിർക്കിന്റെ കാളപൂട്ട് നടത്തുന്ന ഒരു ലോബി, ജിന്നും ശൈത്താനും സിഹറും പല്ലിയും ഒത്തുകൂടി ആദർശ പ്രസ്ഥാനത്തിന്റെ തൗഹീദി പ്രബോധനം വഴിതിരിച്ചുവിടാൻ ഗൂഢതന്ത്രങ്ങൾ ശ്രമിക്കുന്ന വർത്തമാന ലോബി, മതേതരത്വം, ആഗോളവൽക്കരണം, ഹൈപ്പർ മാർക്കറ്റുകൾ, ഇൻഫർമേഷൻ ടെക്നോളജിയിലെ അത്യാധുനിക സൗകര്യങ്ങൾ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ സാമാന്യവൽക്കരണം എന്നിവ ഉയർത്തിവിടുന്ന പരിസര മലിനീകരണങ്ങളിലൂടെ ഉന്നതമായ ഇസ്ലാമിക സംസ്കാരത്തെ ഫാഷൻ ഭ്രമത്തിൽ മുക്കിക്കൊല്ലാൻ വ്രതമെടുത്തിട്ടുള്ള ഏറ്റവും പുതിയ ഹിറ്റ് കൾച്ചർ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ദഅവത്തിന്റെ പ്രഥമ ഭാഗം കിബാറുൽ ഉലമാഇന്റെ ബാധ്യതയാണെന്നും KNM എന്ന രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ദഅവത്തിന്റെ രീതിശാസ്ത്രമനുസരിച്ചല്ലെന്നും കിബാറുൽ ഉലമാഇ എന്നാൽ ഞാനും എന്റെ കൂടെയുള്ള തട്ടാനും മാത്രമാണെന്ന് വിചാരിക്കുകയും ആ അഹങ്കാരത്തിന്റെ വെറുകയിൽ അന്ധത ബാധിച്ച് സമൂഹത്തെ വിരസതയിലേക്ക് വിളിക്കുന്ന സംഘടനയില്ലാത്തവരുടെ സംഘടനാ ലോബി മറുഭാഗത്ത്. ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിസന്ധികൾക്കിടയിലാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നാം ഭയപ്പെടേണ്ടതില്ല. നാം ഓർക്കണം, ഇതിലേറെ പ്രകമ്പനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തതാണ് ഇസ്ലാമിക പ്രവർത്തനം എന്ന് നാം മനസ്സിലാക്കുക. നിങ്ങൾ ഓർക്കുന്നില്ലേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രബോധന ദൗത്യവുമായി കടന്നു വന്നപ്പോൾ ഈ പറഞ്ഞ എല്ലാ കക്ഷികളും അദ്ദേഹത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു. മക്കയിലെ അവസ്ഥ നമുക്കറിയാം. അദ്ദേഹത്തിനെതിരെ ഉപരോധം തീർത്തു അവർ. ചിന്തിച്ചു നോക്കൂ, യാസിറിന്റെയും സുമയ്യയുടെയും അമ്മാറിന്റെയും ഖബ്ബാബിന്റെയും റളിയല്ലാഹു അൻഹും പാത നാം മനസ്സിലാക്കിയതും കണ്ടതുമാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹായം ചോദിക്കുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വന്ന ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കഥ സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ. പിന്നീട് മദീനയിലേക്ക് പോയി സ്വൈരപൂർവ്വം ജീവിക്കാൻ മദീനയിലും അവർക്ക് സാധിച്ചില്ല എന്നത് നമുക്കറിയാം. യുദ്ധത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ചു. കാരണം എതിരില്ലാതെ അവരെ കൊന്നെടുക്കുന്ന അവസ്ഥയായിരുന്നു. റസൂലിന്റെ സന്നിധിയിൽ നിന്ന് അവർ ആവശ്യപ്പെട്ടു യുദ്ധത്തിന് വേണ്ടി സമ്മതം കിട്ടാൻ. പക്ഷേ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഖുർആനിന്റെ വ്യാപനം വന്നു, കുഫു വൈജീകും അഖീമുസ് സ്വലാ വആതുസ് സക്കാ. ഇല്ല, സമയമായിട്ടില്ല. കൈകൾ പിടിച്ചു വെക്കുക, നമസ്കാരം നിർവഹിക്കുക, സക്കാത്ത് കൊടുക്കുക, അതാണ് വേണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പേടിച്ച് ഉറക്കപ്പെട്ടു. ഒരു ദിവസം പോലും നമ്മളൊക്കെ ഉറങ്ങുന്നത് പോലെ സുഖമായി ഉറങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം ആഗ്രഹിച്ചു പോയി, ലൈത റജുലൻ സാലിഹൻ മിൻ അസ്ഹാബി യഹ്രിസുനി അല്ലൈല. ഇന്ന് രാത്രി എന്റെ സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വന്ന് എനിക്ക് കാവൽ നിന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പോയി. അത്തരത്തിലുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കണം, നാം മനസ്സിലാക്കണം. വദ്കുറൂ ഇദ് അൻതും ഖലീലുൻ മുസ്തദ്അഫൂന ഫിൽ അർദ്. ചിന്തിച്ചു നോക്കൂ, ഇദ് അൻതും ഖലീലുൻ മുസ്തദ്അഫൂന ഫിൽ അർദ്. ഭൂമിയിൽ ദുർബലന്മാരായിരുന്നു, ന്യൂനപക്ഷമായിരുന്നു, കഴിവില്ലാത്തവളായിരുന്നു. തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസ്. ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുക്കുമോ, പിടിച്ചു കൊണ്ടുപോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ട സന്ദർഭം. ഫആവാകും വഅയ്യദകും ബിനസ്രിഹി. ആ ഘട്ടത്തിൽ അല്ലാഹു നിങ്ങൾക്ക് അഭയം നൽകി. അല്ലാഹു അവന്റെ സഹായം കൊണ്ട് നിങ്ങളെ സഹായിച്ചു. വറസഖകും മിനത് തയ്യിബാത്ത്. നിങ്ങൾക്ക് നല്ല നല്ല വസ്തുക്കൾ നൽകി. ചിന്തിച്ചു നോക്കൂ എന്റെ സഹോദരങ്ങളെ, എന്തൊക്കെ സൗകര്യങ്ങളാണ് അല്ലാഹു നമുക്ക് ഒരുക്കി തന്നത്. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ പൂർവ്വകാല സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു. ഈ ആയത്തിൽ
വിശദീകരിച്ചതുപോലുള്ള എല്ലാം നമുക്ക് വന്നില്ലേ? നമ്മളെ റാഞ്ചിയെടുക്കാൻ, നമ്മളെ കൊത്തിക്കൊണ്ടുപോകാൻ, നമ്മളെ നശിപ്പിക്കാൻ. തൗഹീദിനെ ഭയപ്പെടുന്ന, ആദർശത്തെ ഭയപ്പെടുന്ന, ഇസ്ലാമിനെ ഭയപ്പെടുന്ന എല്ലാവരും വന്നു. പക്ഷേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, 1000 വട്ടം റബ്ബിനെ സ്തുതിക്കുക മുജാഹിദുകളെ. എന്താണ് ഇന്ന് നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ. ഖുർആൻ പഠിപ്പിച്ചതുപോലെ നമുക്ക് വന്നില്ലേ? ഫആവാകും വഅയ്യദകും ബിനസ്രിഹി വറസഖകും മിനത് തയ്യിബാത്ത്. അതുകൊണ്ട് പ്രിയമുള്ള മുജാഹിദുകളെ, ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കണം, നന്ദി കാണിക്കണം. ഏതാണ് നന്ദി എന്നോ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂൽ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത് കേട്ടോ. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്. വതഖൂനു അമാനാതികും. മുജാഹിദ് പ്രസ്ഥാനത്തിലെ സാധാരണക്കാരായ പ്രവർത്തകരെ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കാതെ പോയാൽ അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിച്ചവരുടെ കൂട്ടത്തിൽ നാം അകക്കും. അത് നാം ചെയ്തു പോകരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കെ. നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഇത്തരമൊരു വിഷയത്തെക്കുറിച്ച് ഏറ്റവും ബോധമുള്ളവർ നാം ആകുന്നു. അത് തന്നെയാണ് അല്ലാഹു സൂചിപ്പിച്ചത്, വഅൻതും തഅലമൂൻ. പക്ഷേ നമ്മെ പിന്തിരിപ്പിക്കുന്ന വസ്തുത എന്താണ്? വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. അറിഞ്ഞുകൊള്ളുക സമൂഹമേ, നിങ്ങളെ നശിപ്പിക്കുന്നത് ആരായിരിക്കുമെന്നറിയാമോ? നിങ്ങളുടെ തന്നെ സമ്പത്തും ചോരനീരാക്കി നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്ത്, നിങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ മക്കൾ. വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആദർശത്തെ കൊണ്ടു നടക്കാൻ നിങ്ങളുടെ സമ്പത്തോ, നിങ്ങളുടെ മക്കളോ, നിങ്ങളുടെ ഏതെങ്കിലും രൂപത്തിലുള്ള സാഹചര്യങ്ങളോ നമുക്ക് തടസ്സമാകാൻ പാടില്ല എന്നർത്ഥം. സഹോദര, നാം ഇപ്പോൾ മുജാഹിദ് പ്രവർത്തകർ എന്ന നിലക്ക് ഒരു ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് 4ആയി വേർതിരിക്കാൻ സാധിക്കും. ഒന്ന്, മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്നവർ. ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഡൊണേഷന് പോകുമ്പോൾ പോലും, ചെല്ലുമ്പോൾ പോലും മുമ്പിൽ എഴുതിയത് എത്രയാണെന്ന് മറിച്ചു നോക്കി അതനുസരിച്ച് ചെയ്യുന്നവർ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, തൊട്ടടുത്തുള്ള ശാഖ എപ്രകാരമാണ് ചെയ്തത് അതിനെ വെല്ലാൻ വേണ്ടി ചെയ്യണം എന്ന് വിചാരിക്കുന്ന വിഭാഗം. നാം മനസ്സിലാക്കണം, ഇത് എന്തിനു വേണ്ടി നാം വിചാരിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ ബിന്ദു കിടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇത് ചെയ്യുന്നത് അവനെ പോലെ ഞാൻ ധർമ്മം കൊടുത്തില്ലെങ്കിൽ, സംഭാവന കൊടുത്തില്ലെങ്കിൽ, അവരെ പോലെ നാം പ്രവർത്തിച്ചിട്ടെങ്കിൽ മോശമാണെന്ന് വിചാരത്തോടു കൂടിയാണോ എങ്കിൽ ഹാദൽ അമലു ബാത്തിലുൻ, ഈ പ്രവർത്തനം ബാത്തിലാണ്, പടച്ച റബ്ബിന്റെ പക്കൽ ഇതിന് ഗുണമില്ല എന്ന് മനസ്സിലാക്കണം. രണ്ടാമതൊരു ഇതേ വിഭാഗത്തിൽ തന്നെ പെട്ട രണ്ടാമതൊരു അവസ്ഥയുണ്ട്. അതെന്താണ്? ജനങ്ങൾ കൂടുമ്പോൾ ഈമാൻ ഉണ്ടാകും, വിശ്വാസമുണ്ടാകും, പ്രവർത്തനമുണ്ടാകും, ഉഷാറുണ്ടാകും. ഒരു നിശാ ക്യാമ്പിന് ഒരുമിച്ച് കൂടിയാൽ കുട്ടികൾ, മനുഷ്യന്മാർ തഹജ്ജുദ് നമസ്കരിക്കുന്നത് കണ്ടാൽ തഹജ്ജുദ് നമസ്കരിക്കാൻ ആവേശമുണ്ടാകും. അത് മറ്റുള്ളവർ കാണുന്നു, അതുകൊണ്ട് ഞാൻ നമസ്കരിക്കണം എന്ന വിചാരത്തോടു കൂടിയാകരുത്. നമ്മുടേതെന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ മുജാഹിദുകൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രവർത്തനം എപ്രകാരമായിരിക്കണം എന്ന് ചോദിച്ചാൽ ഇതൊരു നല്ല പ്രവർത്തനമാണല്ലോ, ഞാൻ മാറേണ്ടതുണ്ടല്ലോ, എനിക്ക് മാറണമല്ലോ എന്ന ചിന്തയോടുകൂടി നമുക്ക് ആ വിഭാഗത്തിൽ പെടാൻ സാധിക്കണം. രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ വജുഹും പ്രീതിയും ഉദ്ദേശിച്ചു തുടങ്ങി. പക്ഷേ വഴിയിൽ വെച്ച് മടിയോ അല്ലെങ്കിൽ ലോകമാന്യതയോ അവനെ പിടികൂടുന്നു, എന്നിട്ട് അത് നിന്നുപോകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ശാഖകളിലുള്ള ഖുർആൻ ലേണിംഗ് ക്ലാസുകളുടെ അവസ്ഥ ഇതല്ലേ? പ്രവർത്തനം അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി മുമ്പോട്ട് വരും, അങ്ങനെ പ്രവർത്തിക്കും. പക്ഷേ വഴിയിൽ വെച്ച് നമ്മെ റിയാ പിടികൂടുന്നു, വഴിയിൽ വെച്ച് നമ്മെ അലസത പിടികൂടുന്നു. നാം മനസ്സിലാക്കണം, ഇത് നമുക്ക് പാടില്ലാത്തതാകുന്നു. ഇതിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ യുബ്തിലു ഹാദൽ അമൽ മുൻദു മാ ദഖലഹു റിയാ. എപ്പോൾ മുതലാണോ ഈ ഒരവസ്ഥ ഈ പ്രവർത്തനത്തിന് പിടികൂടിയത്, അപ്പോൾ മുതൽ ഈ പ്രവർത്തനം നശിച്ചതാവുമെന്ന് നാം മനസ്സിലാക്കണം. സഹോദര, മുജാഹിദുകൾ എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രവർത്തനം ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ആരംഭശൂരത്വമല്ല, പ്രകടനമല്ല, ജാടകളല്ല ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. മറിച്ച് സഹോദര, ഹുസ്നുൽ ഖാത്തിമക്ക് നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രവർത്തനം നാം ഈ പ്രവർത്തനത്തോടു കൂടി അവസാനിക്കണം. നെറ്റിയിൽ വിയർപ്പൊലിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധിക്കണം. അതാണ് വേണ്ടത്. മൂന്നാമത്തെ വിഭാഗമുണ്ട്. ആരെങ്കിലുമൊക്കെ പ്രശംസ
പ്രശംസിച്ചാൽ ഇദാ ഉസ്നിയ ബഅദൽ അമൽ ഫരിഹ ബിസനാ, ആരെങ്കിലുമൊക്കെ പ്രശംസിച്ചാൽ ആ പ്രശംസ കൊണ്ട് സന്തോഷിക്കുന്നവർ, പൊന്തുന്നവർ നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രശംസയെ കുറിച്ച് പറഞ്ഞു, തിൽക ആജിലു ബുശ്റൽ മുഅ്മിൻ, ആകാം, കുഴപ്പമില്ല, അത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനത്തിന് ലഭിക്കുന്ന ഒന്നാമത്തെ അംഗീകാരം തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും ഇത് നാം ആഗ്രഹിക്കരുത്. അത് ആഗ്രഹിച്ചുകൊണ്ട് നാം ഒരിക്കലും പ്രവർത്തിക്കരുത് സഹോദരന്മാരെ. ഏതൊരു പ്രവർത്തനമായിരുന്നാലും ആരെങ്കിലും മദ്ഹ് ചെയ്താൽ, പ്രശംസിച്ചാൽ നാം കൊമ്പിന്മേൽ കയറുകയും മദ്ഹ് ചെയ്തില്ലെങ്കിൽ, പ്രശംസ ലഭിച്ചില്ലെങ്കിൽ ഡൗൺ ആയി പോകും ചെയ്യുന്ന ദുരവസ്ഥ നമ്മുടെ പ്രസ്ഥാനത്തിനോ പ്രവർത്തകർക്കോ വരാൻ പാടില്ല.